മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിന് സമീപം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തും. NIT സിവിൽ വിഭാഗം പ്രൊഫസർ സന്തോഷ് ജെ തമ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ചുരം ഇടിഞ്ഞ ഭാഗത്തുള്ള പരിശോധന പുരോഗമിക്കുന്നു. എന്താണ് ഈ പരിശോധനയുടെ സ്വഭാവം? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിന് സമീപമാണ് ഇന്ന് ദേശീയപാത സംരക്ഷണ അതോറിറ്റിയും ഒപ്പം NITയും സിഡറും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ജില്ലാ കളക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ചുരത്തിന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ്, അതായത് ചുരത്തിന്റെ സ്ഥിരതയും ബലവുമൊക്കെ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തും. ആ പരിശോധനയുടെ പ്രാഥമികമായുള്ള ഒരു പരിശോധനയാണ് ഇന്നിപ്പോൾ നടന്നിട്ടുള്ളത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അതോടൊപ്പം മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് ഇടിഞ്ഞു വന്ന പാറയടക്കം പരിശോധനയ്ക്കായി ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം ഡ്രോൺ ഉപയോഗിച്ചും ഈ മേഖലയിൽ പരിശോധന നടത്തി ഗ്ലോബൽ പൊസിഷനിങ് റഡാർ, അതായത് GPR ഉപയോഗിച്ച് ഇനി പരിശോധന നടത്തണമോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഏതായാലും ഇന്നിപ്പോൾ ഈ NITയുടെ പ്രൊഫസറായിട്ടുള്ള തമ്പിയുടെ നേതൃത്വത്തിലുള്ള വിശദമായ പരിശോധന നടന്നു കഴിഞ്ഞു. ഈ പരിശോധനയുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. തുടർന്ന് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന നടത്തണമോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള GPR പോലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ തീരുമാനം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് തേടും. ഏതായാലും ഇന്നിപ്പോൾ പ്രാഥമികമായ പരിശോധന നടത്തിയിരിക്കുന്നു. വെള്ളിയാഴ്ച ദേശീയപാത സംരക്ഷണ അതോറിറ്റിയുടെയും ഒപ്പം NITയുടെ നേതൃത്വത്തിൽ കൂടുതൽ വിശദമായ പരിശോധന നടത്തും. ചുരത്തിൽ ഇത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ടോ ഈ മേഖലയിൽ, അതായത് ഈ ചുരത്ത് 16 കിലോമീറ്ററോളം ദൂരമുള്ള താമരശ്ശേരി ചുരത്തിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ ദേശീയ സംരക്ഷണ അതോറിറ്റിക്കുണ്ട്, അതോടൊപ്പം NITക്കുമുണ്ട്. അതിൻ്റെ വിശദമായ ഒരു ശാസ്ത്രീയ പരിശോധനയാണ് ഇന്നിപ്പോൾ നടന്നിട്ടുള്ളത്. സ്മൃതി.